മുട്ടക്കറിയാക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി നമ്മൾ 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങും 2 പച്ചമുളകും അതുപോലെ വെളുത്തുള്ളി പഴകിയതാണ്, എന്നാലും ബാക്കി ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം 4 മുട്ടയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 4 മുട്ട വെച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ആ മുട്ട വേവിക്കാൻ വേണ്ടി ഒരു ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം മുട്ടയിട്ട് ഉരുളക്കിഴങ്ങ് 4 പീസായിട്ട് കട്ട് ചെയ്യണം. അപ്പോഴാണ് അത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നത്. ഒരു 4 ഇങ്ങനെ നടുവേ 4ആയിട്ട് മുറിച്ച് അതിനുശേഷം പിന്നെയും മുറിച്ചതിന് ശേഷമാണ് നമ്മളത് വേവിക്കാൻ വെക്കുന്നത്. അതിനുശേഷം അതിൻ്റെ തോല് പൊളിച്ച് കളയുകയാണ് നമ്മൾ ചെയ്യുന്നത്. മുട്ടയും ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് അതിന് ആവശ്യമായ വെള്ളവും ഒഴിക്കുന്നുണ്ട്. ഒരു 1/2 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. 1/2 ലിറ്റർ വെള്ളം ഒഴിച്ച് മുട്ട വേഗം വെന്ത് കിട്ടാൻ വേണ്ടി അല്പം ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി അതിനുശേഷം ഇത് വേവിക്കാൻ വെക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. അതിനുശേഷം നമ്മൾ സ്റ്റൗ കത്തിച്ച് അതിലേക്ക് ഇത് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോഴാണ് ഒരു 10-15 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉരുളക്കിഴങ്ങും മുട്ടയും വെന്ത് കിട്ടുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഇത് മൂടി നമ്മൾ അടുത്ത പരിപാടി നോക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ കാണിച്ച 2 സവോള തോല് കളഞ്ഞിട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. 2 സവോളയാണ്. 2 സവോള തോല് കളഞ്ഞ് 4 പീസാക്കി അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി നമ്മൾ ആ പരിപാടി പൂർത്തിയാക്കും. നിങ്ങളീ കാണുന്നത് പോലെ. ഇത് എൻ്റെ സ്പീഡൊന്നുമല്ല, ഞാൻ വീഡിയോൻ്റെ സ്പീഡ് കൂട്ടിയതാണ്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം 2 പച്ചമുളകും കൂടെ അതിലേക്ക് അരിഞ്ഞിട്ടു. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി തേങ്ങയാണ്. ഒരു അരമുറി തേങ്ങയുടെ പകുതിയെ നമ്മൾ എടുത്തിട്ടുള്ളൂ. അരമുറി ഫുൾ എടുത്തിട്ടില്ല. അത്രയും തേങ്ങയും ചിരകി ഇത് മിക്സിയിലിട്ട് അടിച്ച് എടുക്കാനാണ്. മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ഇട്ടത്. അത് അടിച്ച് വെച്ചു. അതിനുശേഷം നമ്മുടെ നേരത്തെ തീയെ വെച്ച മുട്ടയും ഉരുളക്കിഴങ്ങും വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഉരുളക്കിഴങ്ങിൻ്റെ തോല് പൊളിച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതുപോലെ നമ്മൾ തോല് പൊളിച്ച് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ ഒന്നും കൂടെ ഗ്യാസ് കത്തിച്ച് ചീനിച്ചട്ടി തീയെ വെച്ച് ചീനിച്ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇത് വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ നല്ലപോലെ ചൂടായി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവോള അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. സവോളയും പച്ചമുളകും ചേർത്ത് സവോള വേഗം വഴന്ന് വരാൻ വേണ്ടി നമ്മൾ അല്പം ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നു. എന്നിട്ട് ഇതൊരു ബ്രൗൺ കളറാവുന്നത് വരെ നമ്മളിങ്ങനെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ മാറി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാല ചേർക്കണം. കുറച്ച് മുളക് പൊടി, നേരത്തെ നമ്മൾ മുളക് പൊടി നല്ലപോലെ ചേർത്താണ്. പിന്നെ മല്ലിപ്പൊടി, അതിനുശേഷം കുറച്ച് ചിക്കൻ മസാല ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മളിവിടെ എല്ലാവർക്കും എരിവ് ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. എരിവ് ആവശ്യമുള്ളവർ അതനുസരിച്ച് ചേർക്കുക. അതിനുശേഷം ഇത് വീണ്ടും നല്ലതുപോലെ ഇളക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മുളകെല്ലാം കരിഞ്ഞു പിടിക്കും. അതുകൊണ്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാക്കി നേരത്തെ അരച്ച് വെച്ച തേങ്ങയും കൂടെ ഇതിനകത്തോട്ട് ചേർത്തു. തേങ്ങയും കൂടെ ചേർത്ത് ആ മിക്സിയിലെ ജാറിനകത്ത് കുറച്ചും കൂടെ എല്ലാം പൂർണ്ണമായിട്ട് വരാൻ വേണ്ടി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ച് അതിനകത്തോട്ട് ഒഴിച്ചു. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്തു. അതിനുശേഷം നേരത്തെ നമ്മളാക്കി വെച്ച മുട്ടയും ഉരുളക്കിഴങ്ങും, അതിനകത്ത് ഉരുളക്കിഴങ്ങ് മാത്രം ആദ്യം ഇടുക. മുട്ട നമുക്ക് അവസാനം ഇട്ടാൽ മതി. മുട്ട അവസാനം ഇടുന്നതാണ് ഉത്തമം. അതുകൊണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങിട്ട് ഈ ഉരുളക്കിഴങ്ങ് മൊത്തം ഇനി ഉടയ്ക്കലാണ് അടുത്ത പരിപാടി. നമ്മൾ ഒരു തവിയോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല രീതിയിൽ ഉടച്ചു കൊടുക്കുക. ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഉടഞ്ഞതിന് ശേഷം മുട്ടയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡിയാവും. ഇതാ 4 മുട്ടയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് മസാലയെല്ലാം പിടിക്കാൻ വേണ്ടി തീ ഓഫ് ചെയ്തിട്ടില്ല, മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് നമ്മുടെ തീ കിടക്കുന്നത്. എന്നിട്ട് അതുപോലെ നിങ്ങൾക്ക് ചാറായിട്ട് വേണമെങ്കിൽ ചാറായിട്ട് എടുക്കാം. നമ്മൾ കുറുക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.